അപ്പൊ നമുക്ക് ഇത്രയും സാധനങ്ങളുണ്ട് ഗൈസ്. നമുക്ക് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് November 30th ആണ്. സോ December 1st മുന്നേ നമ്മൾ ഫുൾ വീട് വൃത്തിയാക്കി ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. സോ ഇവിടെ ഇപ്പൊ നമുക്കിപ്പോ ഒന്നുമില്ല. നമ്മുടെ എല്ലാ വർഷത്തെയും മെയിൻ പരിപാടിയാണ് ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചാല മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് അധികം ഡെക്കറേഷൻസ് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ചെറിയൊരു വ്ലോഗോ അല്ലെങ്കിൽ അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഇഷ്ടംപോലെ ഹോൾസെയിൽ വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ഇവിടെ ലൂണ ബേബിയും ലിയോ കുട്ടൻസും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് സംഭവം. ഇത് നമ്മളെ പ്ലാൻ അനുസരിച്ചിട്ട് നമുക്ക് പ്രാവശ്യം ആ സ്റ്റെപ്പിന് ചുറ്റും നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ്. ഇതൊക്കെ റേറ്റ് വളരെ കുറവാട്ടോ. ഇതിന് ഏകദേശം 800 rupees. എല്ലാത്തിന്റെയും ലാസ്റ്റ് പറഞ്ഞുതരാം. അതായത് കമ്പാരിറ്റീവ്ലി എല്ലാത്തിലും പ്രൈസ് കുറവാണ്. ട്രിവാൻഡ്രത്തുള്ളവർ ചാല മാർക്കറ്റിൽ ഹോൾസെയിൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ആ വ്ലോഗ് ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ വർഷത്തെ ഏറ്റവും വലിയ ടാസ്ക് ആണ് ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ വലിയ ക്രിസ്മസ് ട്രീ. ഇതിന് ഏകദേശം 6 feet tall ഉണ്ട്. അതിനേക്കാളും കൂടുതലുണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം. ഇത് ഫുൾ അൺപാക്ക് ചെയ്ത് ഫുള്ള് ട്രീ റെഡിയാക്കി അതില് നമ്മൾ ഈ കാർഡ്ബോർഡ് നിറയെയുള്ള കുറെ സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. സംഭവം നല്ല രസമാണ് ഡെക്കറേറ്റ് ചെയ്യാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടാസ്ക് ആണ് ക്രിസ്മസ് വരുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. എനിവേ ഇതിന്റെ പരിപാടിയിലേക്ക് കടക്കാം. സാമസജി അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വരും, നമുക്ക് തുടങ്ങണ്ടേ? നമ്മൾ വീട് ഈ അടുത്ത് ഷിഫ്റ്റ് ചെയ്തത് കാരണം വളരെ നല്ല കഷ്ടപ്പെട്ട രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഓരോരോ പാർട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 8 കാലി വല്ലതും ഉണ്ടാവോ സമ? ഇനി സോഫ റീഅറേഞ്ച്മെന്റ് ആണ്. നമ്മൾ ഈ നടുക്കത്തെ ഒരു പോർഷൻ ഉണ്ട്, ആ പോർഷൻ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ആ പോർഷനിലേക്കാണ് നമ്മൾ ക്രിസ്മസ് ട്രീ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീട്ടിൽ എങ്ങനെ പൊടി വരുന്നത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ട്രീ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് തൂത്ത് വരണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും ട്രീ സെറ്റ് ചെയ്താൽ. ഇതിങ്ങനെ ഓരോന്നോരോന്നിട്ട് അടർത്തണം. അത് ഏറ്റവും വലിയ ടാസ്ക്കാണ് ഗൈസ്. ഇവിടെ ക്രിസ്മസ് ട്രീ ഏകദേശം ആയിട്ടുണ്ട്. 2 പോർഷൻ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സാമ ഒരു പോർഷൻ ചെയ്തു, ഞാനൊരു പോർഷൻ ചെയ്തു. എന്താ മോനെ, കുറച്ച് നേരം എടുത്തൊന്ന് സെറ്റാക്കാൻ. ഇതും ഒന്നും മുഴുവനായിട്ടില്ല, സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇതിപ്പോ ഓൾമോസ്റ്റ് നമ്മൾ ഇല ഒന്ന് സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഫുൾ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ഐറ്റംസ് നമ്മൾ ഇതിലേക്ക് ഇടണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി. സോ അതിലേക്ക് കിടക്കാം ഗൈസ്. തുടങ്ങുന്നുണ്ട്. അതായത് ഇവിടുന്ന് ഇത്രയും ബാക്കിയുണ്ട്. സോ നമ്മളെ തീം എന്ന് പറയുന്നത് റെഡും ഗോൾഡും ആണ്. ഓക്കെ, സോ നമ്മൾ ക്രിസ്മസ് ട്രീയുടെ ഏറ്റവും അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സമാസരി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആ ഒരു പാറ്റേൺ, അതായത് ഏറ്റവും താഴെ ഗോൾഡ്, പിന്നെ റെഡ്, പിന്നെ ഗോൾഡ്, പിന്നെ റെഡ്, പിന്നെ ഗോൾഡ്. ലാസ്റ്റ് ഇയർ നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. ആസ് യു കെൻ സീ എല്ലാം പഴയ സാധനമാണ്. അപ്പോൾ നമ്മൾ പഴയ സാധനങ്ങൾ വെച്ച് മാക്സിമം ഡെക്കറേറ്റ് ചെയ്യുക. പിന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനാണ് കുറച്ച് പുതിയ ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നമുക്കത് ഫുള്ളൊന്ന് കാണാം. ലൂണ, നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യല്ലേ? എൻ്റെ കുഞ്ഞ് ഏകദേശം ഇപ്പം ഇത്രയും ആയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് ബാക്കി അതിലുള്ള പോർഷൻസ് ഒക്കെ നമുക്കിത് പൊട്ടിക്കാനുണ്ട്. ക്രിസ്മസ് ട്രീ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കുറച്ച് സാധനം കൂടി ഉണ്ട്. നമ്മുടെ എന്തായാലും പട്ടിയും പൂച്ച എല്ലാം കൂടി ഇത് വലിച്ച് താഴെ ഇടും. അത് കാരണം നമ്മൾ ആ സാധനങ്ങളൊക്കെ ആ പെട്ടിക്കകത്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും പോവാണെങ്കിൽ വെക്കാൻ.
ഫൈനലി നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ കസേര ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തളർത്തു ഗൈസ്. ക്രിസ്മസ് ട്രീ വെച്ചപ്പോൾ തന്നെ മടുത്ത്. ഇനി നമുക്കത് ലൈറ്റ് ഇട്ടിട്ട് വെക്കാം എങ്ങനെയുണ്ട്. നമ്മൾ കുറച്ച് പച്ച സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കത് കട്ടൻ ഫുള്ളാക്കാൻ പറ്റുമെന്നറിയില്ല. ഇത് കുറച്ച് സ്റ്റെപ്പിലിടാനും പിന്നെ ഈ ഒരു സ്ഥലത്ത് ഇവിടെ ഇടാനായിട്ടാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു ക്രിസ്മസി ഫീൽ നമുക്ക് ഹാളിൽ തന്നെ കിട്ടണം, ഒരു കോസി വൈബ് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിടാൻ പോവാണ്. ഞാനതൊന്ന് സെറ്റാക്കട്ടെ. ഇതിനകത്ത് കുത്താനായിട്ട് ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ചെറിയ മഷ്റൂം, ചെറിയ ബെറി പോലത്തെ ഐറ്റംസ് ഒക്കെ. സോ നമ്മളിപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തിൻ്റെ ഇവിടെയായിട്ട് നമ്മളിങ്ങനെ ഡെക്കറേഷൻ ഉണ്ട്. സോ ഇത് കണ്ടോ, ഇതിനാകെ ഒരു ഇവിടെ 3 രൂപയല്ലേ ഉള്ളൂ. എനിക്കിതിലൊരു ബഞ്ച് വാങ്ങിക്കാൻ പറ്റി. ഞാൻ വെച്ചാൽ ഇങ്ങനത്തെ പച്ചക്കളർ സാധനത്തിലൊക്കെ ചെറിയ പോലെ അങ്ങനെ ഡെക്കറേഷൻ. പിന്നെ ഇതേപോലത്തെ ഒരു മഷ്റൂമും വാങ്ങിയിട്ടുണ്ട്. അത് നല്ല രസമാണ്. അപ്പം അതും എല്ലാം കൂടി വെച്ചിട്ട് അപ്പം അവിടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സമയം ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. അപ്പോൾ ആ സ്റ്റെപ്പിലുള്ള ഈ പച്ച കളർ പോലത്തുള്ള സ്കാർഫ് പോലത്തെ ഐറ്റംസിന് ഈ റെഡും കൂടി വെച്ചിട്ട് ഭംഗിയാക്കാം. സോ ഓൾമോസ്റ്റ് നമ്മൾ തീരാറായി. നമുക്ക് അത്ര വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. ക്രിസ്മസ് ട്രീ, പിന്നെ ഈ കാര്യങ്ങൾ, കുറച്ച് ലൈറ്റ്സ്. സോ ഫൈനലി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് ഡേ ആണ് ഇന്ന്. ആക്ച്വലി ഞാനിപ്പോൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇവിടെ നടുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു എൽ ഷേപ്ഡ് സോഫയാണ്. അപ്പോൾ എൽ ഷേപ്ഡ് സോഫയ്ക്ക് നമ്മൾ ഈ നടുക്കത്തെ പോർഷൻ വെച്ചപ്പോൾ അത് എക്സ്ട്രാ ആയി. അപ്പോൾ അതിവിടെ ഒരിടത്തും വെക്കാൻ സ്ഥലമില്ല. സോ ഒന്നുകൂടി ഫുള്ളൊന്ന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടി എന്തെങ്കിലും ഡെക്കറേഷൻ ഐറ്റംസ് വേണമെങ്കിൽ അതുകൂടി നമ്മൾ നോക്കുന്നുണ്ട്. സോ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ഒരു മേക്ക് ഓവർ കൂടി നിങ്ങൾക്ക് കാണാം. നമ്മളിവിടെ ഇങ്ങനെ ഒരു സംഭവം സ്റ്റെയറിൽ വെക്കാനാണ്. എന്നിട്ട് ആ ഒരു പച്ച കളറും പിന്നെ അതിന് ചുറ്റും ലൈറ്റ്സും കൂടി വെക്കാനായിട്ടായിരുന്നു സംഭവം. ആക്ച്വലി നമ്മൾ വിചാരിച്ചാൽ മറ്റേ ഗ്രീൻ ഗാർലൻസ് ഇല്ലേ, നല്ല രസമുള്ള. പക്ഷെ അതൊരിടത്തും കിട്ടിയില്ല. ഇതെന്തായാലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നോക്കാൻ. ഇതാണ് സ്റ്റെയറിൽ നമ്മൾ നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ചുരുട്ടിട്ടായിരുന്നു. അത് വലിയ രസം ഉണ്ടായില്ല കാണാൻ. നമ്മൾ മാറ്റി ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇത് ടൈറ്റാക്കാൻ നമുക്ക് അധികം ഗ്ലൂ ഒന്നും ഒട്ടിച്ച് കളർ പോക്കാണ്ടിരിക്കാൻ നമ്മൾ ചെറിയ കമ്പി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഒരാളുടെ സുഖമായിട്ട് കിടന്നു നോക്കുന്നു. തജ്ജിപ്പെണ്ണി നമ്മൾ സ്റ്റെപ്പിലെല്ലാം ഇങ്ങനെ വെച്ചു. ആ റെഡ് കളർ ചെറി പോലെയും പിന്നെ നമുക്കൊരു പച്ച കളർ സാധനം കിട്ടും. സോ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഫെയറി ലൈറ്റ്സ് ഇട്ടിട്ട് നമ്മളിങ്ങനെയാണ് സ്റ്റെയർ കേസിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് മമ്മിയുടെ ഐഡിയ ആണ് കേട്ടോ. ഈ കൊട്ട കുറച്ച് ബാക്കി വന്ന ഐറ്റംസ് ഒരു കൊട്ട വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ഡെക്കറേഷൻസ് ഐറ്റംസ് ഒക്കെ വെച്ച് അത് ടോപ്പിൽ വെച്ചു. കാരണം അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് ഇരിക്കേണ്ട, കുറച്ച് ഐറ്റംസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. സോ ഇവിടെ നമ്മൾ ഫുള്ളൊരു റെഡ് കളർ ടേബിൾ ക്ലോത്ത് വിരിച്ചിട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ബാക്കിയുണ്ട്. ഈ കുറച്ച് ലീവ്സും കുറച്ച് ചെറിയ ഐറ്റംസും നിങ്ങൾക്ക് കാണാം. കുറച്ച് ചെറിയ ഐറ്റംസ് ഇവിടെ ബാക്കിയുണ്ട്. സോ ഇത് വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു ഫ്ലവർ പോലെ ഉണ്ടാക്കാൻ പോവാം. സോ അത് നമുക്കിങ്ങനെ ഇവിടെ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരിക്കും. ഗ്രീനും റെഡും കോമ്പിനേഷൻ വരും. അങ്ങനെ നമുക്കൊരു ഭംഗിയുള്ള ഒരു ഫ്ലവർ വേസ് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. സോ അത് ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി രസം ഉണ്ടായിരിക്കും കാണാൻ. ഇനി ബാക്കി കൂടി കംപ്ലീറ്റ് ആക്കാം. സോ ഹായ് ഗൈസ്, ഫൈനലി ഞാൻ എൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആദ്യം നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തു, പിന്നെ ഫുൾ റീഡെക്കറേറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം സോഫയുടെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് മിസ്സായിട്ടുണ്ടായി. സോ ഫൈനലി നമ്മുടെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് വീടിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ അതൊന്ന് കാണാം. ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫ്ലവർ വേസ് ആണിത്. പിന്നെ അവിടെ നമ്മളൊരു ചെറിയൊരു കുഞ്ഞു ജാർ പോലത്തെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ ആക്ച്വലി പ്രൈസ് വളരെ കുറവാണ്. നമ്മൾ അതിനനുസരിച്ച് നോക്കി വാങ്ങിയതാണ്. അധികം ചിലവാക്കാണ്ട് നമ്മൾ ചെയ്യണം. സോ ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ. ഇനി കമോൺ, ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. പിന്നെ പറയുന്നത് ഞാൻ ടിവിയുടെ ചുറ്റും ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു പച്ച കളറ് ഗാർലൻഡ് പോലത്തെ സംഭവം വെച്ച് അതിന് ചുറ്റും ചെറിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒരു ഒരു എസ്തറ്റിക് വൈബിന് വേണ്ടി കുറച്ച് വിഷ്വലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ നമുക്ക് കുറച്ച് റെയിൻഡിയേഴ്സും പിന്നെ നമ്മുടെ സാന്റാക്ലോസും പിന്നെ ബാക്കി വന്ന കുറച്ച് മഷ്റൂംസ് ഒക്കെ ഇവിടെ ചട്ടിയിലൊക്കെ ആക്കിയിട്ടുണ്ട്.
പിന്നെ നമ്മുടെ സോഫയില് ക്രിസ്മസ് അല്ലേ, അപ്പൊ നമുക്ക് റെഡും വൈറ്റും തീം വേണം. ഞാൻ കുറച്ച് റെഡും വൈറ്റും തീം വെച്ചിട്ട് ക്യൂഷൻ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്തു. പിന്നെ നമ്മുടെ കർട്ടന് ചുറ്റും ഇതുപോലെ ഗ്രീൻ ഗാർലൻഡ്സ് വെച്ചിട്ടുണ്ട്. സോ ഓൾസോ സ്റ്റെയർ കേസിലേക്ക് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെയർ കേസ് വെച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഗ്രീൻ ഗാർലൻഡ്സും അത് കൂടാണ്ട് റെഡ് കളറുള്ള ചെറി പോലത്തെ ഒരു വലിയൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചാല മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്ക് അല്ല ട്രിവാൻഡ്രത്ത് ഏത് കടയിലായാലും നമുക്ക് കിട്ടും. സോ അത് വെച്ചിട്ട് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. ശരിക്കും ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഗ്രീൻ ഗാർലൻഡ്സ് ഉണ്ട്, നല്ല രസം, ഫുൾ കവർ ചെയ്തത്. പക്ഷെ അത് കിട്ടിയില്ല. പക്ഷെ ഇത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ ഇത് വെച്ചു, കുറച്ച് ഫെയറി ലൈറ്റ്സും വെച്ചിട്ട് അറേഞ്ച് ചെയ്തു. ഇങ്ങനെയാണ് നമ്മുടെ ഫുൾ സ്റ്റെയർ കേസ് ഉള്ളത്. ഈ ഒരു സംഭവം മമ്മിയുടെ ഐഡിയ ആണ്, കാണിക്കാൻ വിട്ടുപോയി. വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊട്ട, അതിൽ ബാക്കി വന്ന ഡെക്കറേഷൻ ഐറ്റംസും ഫെയറി ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ വീടിന്റെ ഡെക്കറേഷൻ. സ്റ്റാർ നമ്മൾ ഇട്ടിട്ടില്ല, കാരണം എനിക്ക് വേണ്ടിയത് പഴയ ഫിലമെന്റ് ബൾബില്ലേ, വാം ലൈറ്റ് ഉള്ള, അതാണ്. അതൊരിടത്ത് കിട്ടിയിട്ടില്ല. അതൊന്ന് അന്വേഷിച്ചിട്ട് അതും കൂടി സെറ്റ് ആയിട്ട് സ്റ്റാർ ഇടുന്നതായിരിക്കും. സോ ദിസ് ഇസ് അവർ ഹൗസ്.